കാവനാട് അബ്ദുൽ ഖാദർ, പൂവത്തുംകുടി ജബ്ബാർ മുഹമ്മദ്, ഹനീഷ് മുഹമ്മദ്, മാലിക് അക്തർ. ആദ്യത്തേത് 3 ഇന്ത്യൻ പാസ്പോർട്ട്, അവസാനത്തേത് പാകിസ്ഥാനി. ബാബു എപ്പോ മുതലാ മിസ്സിംഗ്? ഇന്നലെ രാവിലെ കോളേജിലേക്ക് പോവാന്ന് പറഞ്ഞു പോയത്. സോറി സുലേഖ. സോറി സർ, താങ്ങാവുന്നതിലും അധികമാണെന്നറിയാം. സോറി, ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. സോറി. സഹീർ അഹമ്മദ്, ശരിക്കുള്ള പേര് ബാബു എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ കോളേജ് ലെക്ചറർ. അയാളിൽ തീവ്രവാദം എങ്ങനെ കടന്നുകൂടി എന്നുള്ളത് അയാളുടെ ഭാര്യയ്ക്കും അയാളുടെ ഫാദറിനോയ്ക്കും വരെ അജ്ഞാതമാണ്. ആയിത്തീർന്ന കഥയൊന്നും പറയണ്ട, കിടന്ന് ചളവള പറയാതെ താൻ മാറ്ററിലേക്ക് വാ. സ്ഫോടന വസ്തുക്കൾ നിറയ്ക്കാൻ ആ ബ്രോക്കറിൽ നിന്ന് വാങ്ങിയ മാരുതി കാറുകൾ അതെവിടെ? അതെല്ലാം അതിർത്തി കടന്ന് തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞു എന്ന് വേണം വിശ്വസിക്കാൻ. വാട്ട്? അതെങ്ങനെ ഉറപ്പിച്ച് പറയും? താൻ കണ്ടോ അതിർത്തി കിടക്കുന്നത്? പ്ലീസ് ഡോണ്ട് ഇന്ററാപ്റ്റ്. ഡിസംബർ 6 നടക്കുമെന്ന് ഉദ്ദേശിക്കുന്ന സ്ഫോടനങ്ങൾ ശബരിമലയിലോ മറ്റു ക്ഷേത്രങ്ങളിലോ അല്ല, മറിച്ച് പഴനിയിലാണ്. പഴനിയിലോ? യെസ്, ഐ ഹാവ് സ്ട്രോങ് റീസൺസ് ടു ബിലീവ്. ടെററിസ്റ്റുകളിൽ ചിലർ പഴനിയിൽ താമസിച്ചു എന്നതിനുള്ള തെളിവ് ഹോട്ടൽ ബിൽസ്. പഴനിയിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്ത ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ഇത് ഡെഡ് ബോഡി സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് സാർ. തീർത്ഥാടന കേന്ദ്രമായ പഴനിയിൽ ഭീകരർക്ക് എന്ത് കാര്യം? ഇതുകൊണ്ട് മാത്രം പഴനിയിൽ അവർ പൊട്ടിക്കുന്നു പറയാൻ പറ്റില്ല. എന്നെ സംസാരിക്കാൻ വിടില്ല. ഇരിക്കലോ അവിടെ. ഭീകരരുടെ ഗൂഢാലോചന ഇവിടെ കേരളത്തിലും ലക്ഷ്യം പഴനിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഴനിയാണെങ്കിൽ കിഴക്കമ്പലം ഷൂട്ടൌട്ടോട് കൂടി അവരുടെ ഗൂഢാലോചന തകർന്ന സ്ഥിതിക്ക് ആ പരിപാടി അവർ ഉപേക്ഷിച്ചിരിക്കില്ലേ? സാധ്യതയില്ല സാർ. കിഴക്കമ്പലം ഷൂട്ടൌട്ടിൽ ആകെ മരിച്ചത് 4 പേരാണ്. അതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, അവർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അവരോടൊപ്പം ബാബുവും കൂടെ ചേർന്നാൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ തമിഴ്നാട് പോലീസിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ വിവരം അറിയിക്കുക. ഈ മനുഷ്യന്റെ വർത്തമാനം കേട്ട് തമിഴ്നാട്ടിലെ ജനങ്ങളെ പാനിക് ആക്കരുത്. അവസാനം പഴനിയിൽ ഒരു പടക്കം പോലും പൊട്ടില്ല. ഇയാൾ അന്വേഷണത്തിൽ നിന്ന് മാറ്റണം. ഇവിടെ കേരളത്തിൽ കയ്യെത്തും ദൂരത്ത് കിട്ടിയ ഭീകരരെ പിടിക്കാൻ പറ്റാത്ത ഇയാൾ പഴനിയിൽ എന്ത് ചെയ്യാനാ? കേരള പോലീസിനാകെ മാനക്കേടുണ്ടാക്കാൻ നടക്കുന്നു. കുറെ നേരമായി തുടങ്ങിയിട്ട് എന്റെ തൊപ്പി പോയാലും വേണ്ടില്ല, ഇനി വാ തുറന്ന ഇടിച്ച് കൂമ്പിയാൻ കലകികളെ. ഇപ്പൊ സാറിന് മനസ്സിലായി പഴനിയിൽ എന്ത് സംഭവിക്കുമെന്ന്? കുറെ കൂടെ ശക്തമായ തെളിവ് ലഭിച്ചിട്ട് പോരെ പഴനി പോകുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എന്റെ ഐജിക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. ഈ നാടിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ ഇവിടെ വ്യാജ കറൻസികൾ ഇറങ്ങുമെന്ന്. അന്ന് ആ വാർണിംഗ് കേട്ട് ഇവിടുത്തെ റവന്യൂ വിഭാഗവും കൗണ്ടർ ഫീറ്റ് സ്ക്വാഡും കസ്റ്റംസും ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു വാർത്ത പത്രത്തിൽ വരില്ലായിരുന്നു. ഒരു കണ്ടെയ്നർ കള്ളനോട്ട്. പഴനിയിൽ ഭീകരരുടെ ആക്രമണത്തിൽ അനവധി ഭക്തന്മാർ. ഇങ്ങനൊരു പത്രവാർത്ത വന്നു കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് തെളിവുകൾക്കായി കാത്തിരിക്കാം സാർ. വേണ്ട വേണ്ട, ഒരു റിസ്ക്കും എടുക്കണ്ട. കല്യാണി, എന്തെങ്കിലും ഒരു ഷുവർ ഷോട്ട് ഉണ്ടോ? ഒരൊറ്റമൂലി ഈ ഭീകരരെ തടയാൻ? മൈനസ് ബാബു, ഐ മീൻ മൈനസ് സഹീർ അഹമ്മദ്, നത്തിങ് വിൽ ഹാപ്പൻ. വിത്ത് ബാബു, ഐ ആം സോറി സർ. வணக்கம் சார். ഇത് എന്നയ്യാ പേപ്പർ? சார் சார் என்ன சார் சாராய செக்கிங்க? யோ போயா சார் இப்ப என்ன போயா சொன்னா புரிய மாட்டேங்கறா. என்னய்யா இம்மா போயா. வணக்கம் ஐயா. வணக்கம் வணக்கம். என்னய்யா, காயா பழமா? பார்த்து போ பார்த்து போ.
हमारा लोकल हेल्प नंबर, तुम शहर जाकर इस आदमी को मिलना। ठीक है। हमने जो ट्रांसपोर्ट के लिए बोला था उसके बारे में उससे पूछना। संभाल के रखना। அந்த ലോറിയെ പോ சொல்லு. എടുത്തിട്ട് പോയാ. പോ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്തിയാ ഓരോ നിർത്ത്. இது யார் சார்? மனுஷ புரியலையா? நீங்க எங்க போறேன்னு சொன்னீங்க? நாங்க ஒண்ணுமே சொல்லலே சார். சரி இப்ப சொல்ல. பழனியில ஆண்டவனை கும்பிடுறதுக்கு. நீங்க இல்ல யாரு? மனுஷன் புரியலையா? ஹே, நாங்க எல்லாம் டாக்டர் சார். ஏதாவது ஐடி கார்டு இருக்கா? சார் யார் இவங்க எல்லாம்? எல்லாம் டாக்டர்ஸுக்கு சார், சாமி கும்பிடுறதுக்கு போறாங்க. Your name? ബാലസുബ്രഹ്മണ്യം, ഡോക്ടർ അനന്തമൂർത്തി, മോഹൻകുമാർ ആൻഡ് രാജേഷ് ചൗഹാൻ. You are Balasubramaniam. Search the vehicle. எஸ் சார். no sir, not necessary. We are from Kerala Police. I am Assistant Commissioner of Police, Baba Kalyani. Bring the vehicle. Come with me. Thomas, സർ. So, you are Baba Kalyani, Assistant Commissioner of Police, yes. Head Anti-Terrorist Squad M3. And you guys lied, you are doctors. ஆனா வந்த வழி திரும்பி போறியா இல்ல நான் என் வழி பார்க்கணுமா? நாங்க திரும்பி போக வரல சார். Under any circumstances, we won't leave Palani until we finish our task. Don't get offended. That's fine. திருப்பி போனா பாபா கல்யாணி கிடையாது இல்லையா? Sorry for the drama, Mr. കല്യാണി. ഞാൻ രഘുപതി, DIG of Police. നിങ്ങളുടെ ഓൾഡ് ബോസ് IG പശുപതിയുടെ അനിയൻ. ചേട്ടൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ അങ്ങനെ വെറുതെ പറഞ്ഞൊന്നുമല്ല. The words were pouring from his heart with utmost sincerity. പോരാത്തതിന് പല കാര്യങ്ങളിലും ഞാൻ താങ്കളെ എക്സാമ്പിൾ ആക്കണമെന്നുകൂടി പറഞ്ഞപ്പോ മനസ്സിൽ തോന്നിയതാണ് ഒരിക്കലും പരിചയപ്പെടാത്ത ഒരാളെ കുറിച്ചുള്ള ബഹുമാനം. ആ ബ്രില്യന്റ് ഓഫീസറെ പരിചയപ്പെടണമെന്നും അന്നേ ആഗ്രഹിച്ചതാണ്. പ്ലീസ് ടു മീറ്റ് യു. ഇവിടെ ഒരു സ്ഫോടനമോ ഗൂഢാലോചനയോ ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നടക്കില്ല സാർ. ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് പല രീതികളുണ്ട്. മത തീവ്രവാദങ്ങളിൽ താല്പര്യമുള്ളവരെ തെരഞ്ഞു പിടിച്ച് പക്ഷം ചേർക്കും, അല്ലെങ്കിൽ ആവശ്യമുള്ളവരെ വിലക്കെടുക്കും. വിലക്കെടുത്തവർ പിന്നീട് ഒപ്പം നിന്നില്ലെങ്കിൽ അവർ ജീവനോടെ കാണില്ല. വിലക്കെടുക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും. ലക്ഷങ്ങളിൽ ഭൂരിഭാഗവും കള്ളനോട്ടുകളായിരിക്കും. അത് കേരളത്തിലെ അന്വേഷണത്തിനിടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സാറിനറിയാം, കോയമ്പത്തൂർ സ്ഫോടനങ്ങളിൽ വലിയ തോതിൽ ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പഴനിയിലും അത് ആവർത്തിക്കുമോ? നമ്മൾ കരുതലോടെ ഇരിക്കണം സാർ. വളരെ വിദൂരമായ സംശയം തോന്നുന്ന ആളായാൽ പോലും ഒഴിവാക്കരുത്. യെസ്, ഇറ്റ് വിൽ ബി ടേക്കൻ കെയർ ഓഫ്. താങ്ക് യു സാർ. Thomas, stop. Back.
मारुति गाड़ी हम जो केरल से ले गया था वो अभी कहाँ है? नहीं पता। क्या राज है उस गाड़ी के पीछे? बोल। नहीं पता। तुम्हारा साथी कहाँ है? सुना ना कि मैंने क्या पूछा? बोल। बोल। बोला ना, नहीं पता। बोल साले, मेरे शरीर को काट काट कर टुकड़े कर दो या किसी भी तरह से टॉर्चर कर लो, लेकिन मेरे जुबान से एक अल्फाज नहीं निकलेगा। थू। अगर सच ही बोलेगा तो जान से मार डालूंगा साले। बोल। मुझे मार डालोगे? मार दो, मार दो, तो भी मैं कुछ नहीं बोलूंगा। लेकिन एक बात कह देता हूं मैं, कल सूरज उगकर डूबने से पहले यह शहर एक बहुत बड़ा कब्रिस्तान बन जाएगा। द वर्ल्ड विल विटनेस द मोस्ट डिस्ट्रक्टिव एपिसोड। साले कबीरे, बहुत लोग मरेंगे, तेरे परिवार वाले भी। അതുകൊണ്ട് നിനക്കെന്ത് ലാഭം? क्या गलती किया है यहाँ के लोगों ने? हैं? इन मासूम और बेकसूर लोगों को मारकर क्या मिलेगा तुझे? मैं अपने दुश्मनों को मार रहा हूं इस होली वॉर। उन्हें मारकर मैं धन्य हो जाऊंगा, मुझे जन्नत नसीब होगी। വിട് വിട്, അവൻ പറയില്ല. ഇനി എന്ത് ചെയ്യും സാർ? Strip him. छोड़ साले, छोड़, छोड़, बोला ना साले, छोड़, साले कबीरे। बोल दिया छोड़। 9842230303। ये किसका नंबर है? बोल। सर तेरा बाप का नंबर है। किसका नंबर है? तेरा बाप भी कुछ नहीं करता मेरा। साले बोल। बाप को बुला ले। सच नहीं बोले तो मार डालूंगा साले। बोल। हरामी बोल।